ഞങ്ങളുടെ വീട്ടിൽ വരുന്ന മിക്കവരും അതിശയത്തോടെ നോക്കുന്ന ഒരു ചെടിയാണ് ഞങ്ങളുടെ വീട്ടിലെ റോസാ ചെടിയും അതിൽ വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ പൂക്കളും. വീട്ടിൽ വരുന്ന മിക്കവരും റോസിൻ്റെ കൂടെ ഒരു സെൽഫിയെങ്കിലും എടുക്കാതെ പോവാറില്ല. അത്രയ്ക്ക് മനോഹരമാണ് ചുവന്ന് തുടുത്തു നിൽക്കുന്ന ഈ റോസാപ്പൂക്കളുടെ കൂട്ടം. വരുന്നവരും പോകുന്നവരും ഒക്കെ റോസിൻ്റെ കൊമ്പ് നടുവാനായി കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും ഇതുവരെ ഇത്രയധികം പൂക്കൾ എവിടെയും ഉണ്ടായിട്ടില്ല. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ റോസാ ചെടിയുടെ കമ്പ് വെട്ടിക്കൊടുക്കുകയാണ്. പുതിയ ശാഖകളും മൊട്ടുകളും ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് സാധാരണയായി ചെയ്യുന്നൊരു കാര്യം. പൂക്കളെല്ലാം പറിച്ചെടുത്തു, കളയാനൊട്ട് തോന്നുന്നുമില്ല. അതുകൊണ്ട് റോസ് വാട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതെല്ലാം മാറ്റിവെച്ചു. അതിരിക്കട്ടെ, നിങ്ങൾ റോസാ ചെടിയുടെ ഫ്രൂട്ട് കണ്ടിട്ടുണ്ടോ? കാണിച്ചു തരാം. ഹിപ്പ് എന്നാണ് റോസാ ചെടിയുടെ ഫ്രൂട്ടിനെ പറയുന്നത്. അതിനകത്ത് വിത്തുകളുണ്ടാകും. എന്നാൽ വിത്ത് വഴിയുള്ള പ്രൊപ്പഗേഷൻ്റെ ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കമ്പ് കുത്തിയാണ് ഈ റോസാ ചെടി നടുന്നത്. റോസ് ഹിപ്സിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. വൈറ്റമിൻ സി റിച്ച് ആയതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ട് ഇത് കൺസ്യൂം ചെയ്യുന്നുണ്ട്. മാത്രമല്ല, സന്ധിവേദന കുറയ്ക്കാനും വീക്കം നിയന്ത്രിക്കുന്നതിനും ആവശ്യമായ പോളിഫിനോളുകളും ആന്തോസയാനിനും ഇതിലടങ്ങിയിട്ടുണ്ട്. ഒരുപാട് മുള്ളുകളുള്ള ഒരു വെറൈറ്റിയാണ് ഇത്. ഉടലറ്റ കൊമ്പുകൾ മറ്റൊരിടത്തും കാത്തിരിക്കുകയാണ് മറ്റൊരു പൂക്കാലത്തിനായി.